പാലക്കാട് രൂപത പാസ്റ്റർ കൗൺസിൽ യോഗം നടത്തി. രൂപതയ്ക്ക് കീഴിലെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 31 ജനപ്രതിനിധികളെ ആദരിച്ചു. രൂപത ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് രൂപതയുടെ ഈ പാസ്റ്ററൽ കൗൺസിൽ വേദിയിലേക്ക് ഹാർദവമായ സ്വാഗതം പറഞ്ഞതിന് കൂടെ ഞാനും എടുത്തു പറയുന്നു, പ്രത്യേകമായ സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട ജോയിച്ചൻ പറഞ്ഞു, ഇത് ഒരു ജനപ്രതിനിധികളുടെ സംഗമമാണ്. പാലക്കാട് രൂപതയിലെ പുതുതായി രൂപീകരിച്ച പാസ്റ്ററൽ കൗൺസിൽ രൂപതയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികളുടെയും പ്രതിനിധികളുടെ ഒരു ഉന്നത ആലോചന സമിതിയാണ്. വളരെ വിശാലമായ പ്രതിനിധികൾ അടങ്ങുന്ന ഒരു ആലോചന സമിതിയാണ്. ഈ ആലോചന സമിതിയിൽ വെച്ച് പൊതുസമൂഹത്തിന്റെ സേവകരായി, പൊതുസമൂഹത്തിന്റെ തന്നെ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഈ സഹോദരന്മാരെ ആദരിക്കുവാനും നമ്മൾ ശ്രമിക്കുമ്പോൾ ഇത് മനോഹരമായ ഒരു പ്രതിനിധി സംഗമ വേദിയാണ്. സ്വാർത്ഥ താൽപര്യങ്ങൾ വെടിഞ്ഞ് നാടിന്റെ നന്മയ്ക്കും വികസനത്തിനുമായി ജനപ്രതിനിധികൾ ജനത്തെ സേവിക്കുമ്പോഴാണ് ആദരിക്കപ്പെടുന്നതെന്ന് ബിഷപ്പ് കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. രാജ്യത്തെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാനും മലയോര നിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഭരണകൂടങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു. ഫാദർ റെജി മാത്യു പെരുമ്പള്ളി, വികാരി ജനറൽ ജിജോ ചാലക്കൽ, കൗൺസിൽ ജനറൽ സെക്രട്ടറി ഫാദർ ജോയ് ചീക്കപ്പാറ, ഫാദർ ആന്റണി പുത്തനങ്ങാടി, സണ്ണി നെടുംപുറം എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി ഫാദർ ഡോക്ടർ മാത്യു വാഴയിൽ ജനറൽ സെക്രട്ടറി, എബിൻ കണിവയിലിൽ സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.